കുട്ടിമണി മോളെ കണ്ണു തുറന്നേ. സർപ്പക്കാവിൽ നിന്നും പാമ്പുകടിയേറ്റ കുട്ടിമണി മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അമ്മേ, മനസ്സിന്റെ മനസ്സിൽ കുട്ടിമണിയോട് തോന്നുന്ന അലിവ് മതികലയുടെ മനസ്സിൽ വിദ്വേഷം വളർത്തുന്നു. ഇങ്ങനാണെങ്കി നാളെ മുത്തുച്ചിപ്പി എടുക്കാനായിട്ട് കുട്ടിമണിയെ സീതടത്തി കൊണ്ടുവന്ന് തുടർന്ന് കാണുക. കുട്ടിമണിക്ക് ഭാഗ്യമുണ്ട്, അതാ. അതെ, എനിക്കറിയാം. പക്ഷേ എപ്പോഴും ഭാഗ്യം തുണച്ചെന്ന് വരില്ല മനസ്സിജ. മനസ്സിനോ? അല്ല, മനസ്സിജനും ഇത് തന്നെ പറഞ്ഞെന്ന് പറയായിരുന്നു. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടെന്ന്. പാവം, സിജന്റെ സങ്കടം കണ്ടായിരുന്നോ? ഓ, സിജന്റെ സങ്കടവും കണ്ടു, സീതയടത്തിയുടെ കള്ളക്കണ്ണീരും കണ്ടു. ഓർക്കുമ്പോ എനിക്ക് പിന്നെ അരിശം വരുവാ. പാവം കുട്ടിമണി. ഈ സീതയടത്തിക്ക് എന്താ കുട്ടിമണിയോട് വല്ല വിരോധമുണ്ടോ? ഒരു വാദ്യാത്തി. കുട്ടിമണിയെ പഠിപ്പിച്ചങ്ങ് എവറസ്റ്റിന്റെ നെറുകയിൽ കയറ്റുമെന്നാ പറച്ചില്. ഇവിടെ അമ്മയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ തത്രപ്പാടുകളാ ഇതൊക്കെ. അമ്മയ്ക്കും അപ്പച്ചിയമ്മയ്ക്കും ഒക്കെ എന്നോടാണല്ലോ ഇഷ്ടം. അതങ്ങനെ തന്നെ വേണമല്ലോ. ഈ കുടുംബത്തിന് ഗുണമുള്ള മരുമകൾ എന്റെ മതിയല്ലേ? അപ്പൊ എന്റെ അമ്മയാണെങ്കിലും അപ്പച്ചിയമ്മയാണെങ്കിലും എന്റെ പൊന്നിനെ കൂടുതൽ അനുസരിച്ചും സ്നേഹിച്ചും ഒക്കെ നിൽക്കണം. എന്നാലും സീതയുടെ ഈ അഹങ്കാരം ഇത്തിരി കടന്നുപോയി. ഞാൻ കരുതി ബാലേട്ടൻ കരണത്തൊന്ന് കൊടുക്കുന്നു. ഞാൻ നല്ല രണ്ട് വർത്തമാനം പറയണമെന്ന് കരുതിയതാ. ഓ, കരുതിയല്ലോ, അത്രയും സന്തോഷം. ആണത്തം ഒരു ഔൺസൊക്കെ രവിയേട്ടനുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് സമാധാനായി. രവിയേട്ടന്റെ കുഴപ്പം ഇതാ, എല്ലാം ആലോചിക്കത്തേ ഉള്ളൂ. ആലോചിക്കാൻ ആർക്കും എളുപ്പമാ, സങ്കല്പത്തിൽ എന്തും ചെയ്യാം. പക്ഷെ കാര്യത്തോടടുക്കുമ്പോഴേ കരള് വിറയ്ക്കും. എന്റെ അങ്കിളിന്റെ മുൻ സഞ്ജയൻ വല്ലോ ആയിരിക്കണമായിരുന്നു. ഇയാൾക്ക് എങ്ങനെ ഇത്രയും മീശയും താണിയും വന്നെന്നാ? വല്ല ഹെയർ ടോണിക്കിന്റെയും പരസ്യമാക്കാം. എന്താ പൊന്നെ പറഞ്ഞത്? ഓ, നല്ല വല്ല ഹെയർ ടോണിക്കും വാങ്ങിച്ചേ രവിയേട്ടന്റെ ഉച്ചിയിലിട്ടിച്ച കുറച്ചുകൂടി ചിന്താശേഷി വരുമെന്ന്. മതി, ഞാൻ ആ സമയത്ത് ഒന്നും പറയാത്തതേ. എല്ലാവരും വിഷമിച്ച് നിൽക്കുമ്പോ അതിന് ആ സമയത്ത് വേണമായിരുന്നു രവിയേട്ടൻ പൊട്ടിത്തെറിക്കാൻ. ആരോട് ചോദിച്ചിട്ടാ എന്റെ പെങ്ങളെ സർപ്പക്കാവിലേക്ക് പറഞ്ഞു വിട്ടെന്ന് രവിയേട്ടൻ ചോദിച്ചിരുന്നെങ്കിലേ എന്റെ രവിയേട്ട കംപ്ലീറ്റ് ക്ലാപ്പും രവിയേട്ടന് കിട്ടിയേനെ. എങ്കിൽ പിന്നെ ഇപ്പൊ പോയി രണ്ടെണ്ണം പറഞ്ഞാലോ? പിന്നെ പശുവും ചത്ത് മോരിലെ പുളിയും പോയി തൊഴുത്തും പൊളിച്ചപ്പോഴാ രവിയേട്ടൻ പ്രതികരിക്കാൻ പോകുന്നത്. ദുർച്ചിന്ത എന്ന് മനസ്സിൽ വരുത്തല്ലേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് കിടക്കാൻ നോക്ക്. ഇനി 8 മാസം കൂടി കഴിയണം. എന്തിന്? അല്ല, ഡോക്ടർ പറഞ്ഞത് വെച്ച് നമ്മുടെ ജീവിതം തുടങ്ങാനേ. അത് ശരി, രവിയേട്ടൻ കലണ്ടറിൽ കളം വെട്ടി കളിക്കുവാണോ? കിടന്നുറങ്ങാൻ നോക്ക് രവിയേട്ടൻ. അല്ല മതി, ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്താ? ഇന്നും കുട്ടിമണി പറഞ്ഞത് കേട്ടില്ലേ? അച്ഛൻ അവളെ മയക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയെന്ന്. പിന്നെ രവിയേട്ടന്റെ അച്ഛൻ അറിയപ്പെടുന്ന ഡോക്ടർ അല്ലായിരുന്നോ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ? അല്ല മതി, അവൾ അച്ഛന്റെ ശബ്ദം കേട്ടുന്നല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ വയ്യാതെ കിടക്കുന്ന മകളെ കാണാൻ വേണ്ടിട്ടേ അച്ഛൻ ഇന്ന് രാത്രി വരുമായിരിക്കും. 2 കിലോ ഓറഞ്ചും വാങ്ങിച്ച് ഭ്രാന്ത് പറയാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് രവിയേട്ടൻ. അച്ഛയുടെ കുട്ടിമണി. അച്ഛയാണോ? മോളെ കുട്ടിമണി, മോളെ കണ്ണു തുറന്നേ. അച്ഛേ,
അച്ഛയുടെ കുട്ടിമണി, അച്ഛ എവിടാ? ഞാനിവിടെ ഇരിക്കുന്ന നീ കണ്ടില്ലേ? ഞാൻ ഇപ്പൊ വരാവേ. മോളിങ്ങി വന്നേ. ആ ഞാൻ വരുവാ. അച്ഛയുടെ പോലെ ഞാൻ വരുവാ 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 പോലെ. അയ്യപ്പോ അച്ഛേ അച്ഛേ അച്ഛ എവിടാ? എന്റെ അച്ഛൻ്റെ അച്ഛൻ അച്ഛയുടെ കുട്ടിമണി. മോളെ അച്ഛക്ക് എന്നോട് പെനക്കൊന്നുമില്ലല്ലോ അല്ലേ? ഞാനേ അറിയാതെ അച്ഛ തള്ളിയത് വീരൊന്നും ഓർത്തില്ലായിരുന്നു കേട്ടോ. എന്റെ പൊന്നിനോട് ഞാൻ പിണങ്ങുമോടാ? എന്റെ മോക്ക് സുഖമല്ലേ? ആ എനിക്ക് സുഖ ഇപ്പൊ ഞാനേ പഠിച്ചു അങ്ങ് മീരിക്കായേ. ഗുഡ് മോർണിംഗ് പറയും, പാട്ട് പാടും. പിന്നെ ഉണ്ടല്ലോ അച്ഛ, ഇന്നുണ്ടല്ലോ എന്നെ പാമ്പ് കടിച്ചു. അച്ഛ വിളിച്ചപ്പല്ല ഞാൻ ഓണെന്നേ. എന്റെ പൊന്നു മോളെ, എനിക്ക് നിന്നെ ഒന്ന് തൊടാൻ പറ്റുന്നില്ലല്ലോടി. അച്ഛ തൊട്ടോ? ഞാൻ ഇഷ്ടംപോലെ തൊട്ടോ. എനിക്ക് എന്റെ അച്ഛൻ കിട്ടിയല്ലോ. അടുമതി ഞാനൊരു പാട്ട് പാടി കേൾപ്പിച്ചാവേ. ഇന്നലെ വല്യച്ഛൻ പഠിപ്പിച്ച. എന്റെ പൊന്നു മോള് പാടിക്കേ, അച്ഛ കേക്കട്ടെ. ഞാൻ പാടാവേ, കേട്ടോണേ. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴ കൂട്ടിലുറങ്ങി. ഇരുളും വെറ്റവും അറിയാതെ അങ്ങനെ ഇരുന്ന് നാളുകൾ നീക്കി. പല പല നാളുകൾ പവിഴ കൂട്ടിലുറങ്ങി. ഇരുളും വെറ്റവും അറിയാതെ ഇരുന്ന് നാളുകൾ നീക്കി. എവിടെയാ കുട്ടു? ചെറിയുടെ ഇലതന്നടിയെ അരുമക്കിങ്ങിനി പോലെ. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴ കൂട്ടിലിറങ്ങി. ഇരുളും വെറ്റവും അറിയാതെ അങ്ങനെ ഇരുന്ന് നാളുകൾ നീക്കി. അരളി ചെറിയുടെ ഇലതന്നടിയിൽ അരുമക്കിങ്ങിനി പോലെ. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴ കൂട്ടിലിറങ്ങി. ഇരുളും വെറ്റവും അറിയാതെ അങ്ങനെ ഇരുന്ന് നാളുകൾ നീക്കി. അരളി ചെറിയുടെ ഇലതന്നടിയിൽ അരുമക്കിങ്ങിനി പോലെ. മാറുന്നേ കുട്ടിമണി, പല പല നാളുകൾ ഞാനൊരു പുഴുവായി കുട്ടിമണി, എന്തിനാ എവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെ? എന്ത് പറ്റി കുട്ടിമണി? എവിടെ കുട്ടിമണി? എന്താ എവിടെ? അച്ഛയോ? കുട്ടു, കുട്ടിമണി, കുട്ടിമണി, ബാലേട്ടാ, ബാലേട്ടാ. മോളെ കുട്ടിമണി, മോളെ കുട്ടിമണി, കുട്ടിമണി കണ്ണു തുറക്കും മോളെ. മോളെ സിജ, എന്ത് പറ്റിയതാ? കുട്ടിമണിയുടെ പാട്ട് കേട്ട സീതെടുത്ത് ഞാൻ ഉണർന്നത്. മുറ്റത്ത് വന്നപ്പോൾ കിണറിന്റെ അവിടെ ഒറ്റയ്ക്ക് ഒന്ന് പാടുന്നു. അച്ഛ വന്നെന്ന് പറഞ്ഞ് ബോധം കിട്ടും വീണു. ഇനി പാമ്പ് കടിയേറ്റതിന്റെ വല്ല പ്രശ്നമാണോ? അല്ല ഈ വിഷത്തിന്റെ? പിന്നെ ഉച്ചക്കർക്ക് പാതിരാപ്രാന്തായി മാറിയതാവും. കുറച്ചുകൂടെ വെള്ളം തളിക്ക് ശാരദേ. മോളെ കുട്ടിമണി, കുട്ടിമണി. അച്ഛേ അച്ഛേ അച്ഛ പോയോ? എന്താ മോളെ ഇത്? വലിയേട്ടാ, അച്ഛ വന്നായിരുന്നു. വലിയേട്ടാ, ഞാൻ കണ്ടായിരുന്നു.
മോൾക്ക് തോന്നിയതാവും. ഞാൻ തൊട്ടല്ലോ അച്ഛേ. അച്ഛാ മൊത്തം നനഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നേ. കൊച്ചേ, നീ തനിച്ച് രാത്രിയിൽ ഇറങ്ങി പോവരുത് കേട്ടോ. തന്നെയല്ലായിരുന്നല്ലോ, എന്റെ അച്ഛൻ ഉണ്ടായിരുന്നല്ലോ കൂടെ. ചുമ്മാ മനുഷ്യന്റെ ഉറക്കം കെടുത്താനായിട്ട്. എന്റെ അച്ഛൻ ഇനിയും വരും. എന്റെ അച്ഛൻ ഇനിയും വരുമല്ലോ, ഉറപ്പായിട്ടും വരും. അച്ഛ വന്ന് എന്നെ നോക്കിട്ട് കുട്ടിമണീന്ന് വിളിച്ചു. ആ കുട്ടിമണി വാ പറയും. രവേട്ടൻ എന്താ കിണറിന്റെ ആഴം ഉളക്കുവാണോ അതോ ചാടാനുള്ള വല്ല പരിപാടിയാണോ? അല്ല, അച്ഛനെ ഇന്നലെ ഇവിടെ വെച്ച് കണ്ടുവന്നല്ലേ കുട്ടിമണി പറഞ്ഞത്. അമ്മ അത് തന്നെ പറഞ്ഞു. അത് ശരി, അമ്മയ്ക്കും കുട്ടിമണിക്കും ഉള്ള ഭ്രാന്ത് രവിയേട്ടനെ പിടിച്ചോ? എന്റെ രവിയേട്ട, ഞാനിതന്ന് പറഞ്ഞില്ലേ, മായക്കാഴ്ചകള്. എന്നാലും എല്ലാവരും കൃത്യമായിട്ട് കിണറിന്റെ അടുത്ത് വെച്ച് കാണുമെന്ന് വെച്ചാൽ. പിന്നെ രവിയേട്ടന്റെ അച്ഛൻ കിണറ്റിനകത്ത് വീട് വെച്ച് താമസിക്കൂല്ലേ? അച്ഛൻ എന്താ മരിച്ചു കഴിഞ്ഞപ്പോ മത്സ്യാവതാരം എടുത്തോ? അല്ല പിന്നെ. ആ മതി, ഒരു തൊട്ട് വെള്ളം കോരിക്കേ. ഞാനോ? ആ ഞാൻ കോരിയിട്ട് രവിയേട്ടൻ മുഖം കഴുകിയത് തന്നെ. എന്റെ വീട്ടിൽ ഒരു ടാപ്പ് ഞാൻ തിരിച്ചിട്ടില്ല. പിന്നെ ഇവിടുത്തെ കപ്പയും കയറും. ദാ ഇത് കണ്ടോ, ഒരു കുഞ്ഞു തഴമ്പ് പോലും വരുത്താത്ത റോസാപ്പൂ പോലെ ഞാൻ കൊണ്ട് നടക്കുന്ന കയ്യാ. അയ്യോ, രവിയേട്ടൻ അത് ഓർത്തില്ല. രവിയേട്ടൻ കോരിക്കോളാം. എന്റെ പൊന്നിനും രവിയേട്ടൻ തന്നെ കോരിത്തരാം. എനിക്കറിയാം രവിയേട്ടൻ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കത്തില്ല എന്ന്. എന്റെ കൈ നൊന്താ രവിയേട്ടന്റെ മനസ്സല്ലേ നോവുന്നത്? എന്റെ പൊന്നിന്റെ കൈ നോവാൻ രവിയേട്ടൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല. ആരെങ്കിലും കാണും. എന്റെ കൈവിട്. പട്ടാപ്പകലും മുറ്റത്ത് നിന്നല്ലേ ശൃംഗാരം. മര്യാദയ്ക്ക് വെള്ളം കോരിയേക്കാം. ആ രവിയേട്ട, രവിയേട്ട, അണ്ടാവിലെ ചെരുവത്തിലൂടെ ഒന്ന് നിറച്ചു വെക്കണേ. ഇന്ന് മഞ്ഞപ്പൊടി തേച്ച് വേണോ ഒന്ന് കുളിക്കാൻ. ഏറ്റു പൊന്നേ. ഇതാ അണ്ണാച്ചിയുടെ സൈക്കിളല്ലേ? അവനെന്താ നടു റൂട്ടില്? ചളക്ക് മേടിക്കാത്തന്റെ സൂക്കേടവന് ഞാൻ തീർത്തു കൊടുക്കാം. அண்ணா அக்கச்சி கொஞ்சம் வெளியில் வாங்கோ. வா, ஒரு சின்ன மாற்றம் இருக்கு. வா வா வா. ഇവനെ ഞാനിന്ന് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അത് ഓർത്തോണം. എന്താ ഒരു കുശിക്കിച്ചിപ്പ്? നീ ഇറങ്ങി വന്നേ രണ്ടാളും. താനെന്താ നട റോഡില്? അല്ല, നിങ്ങളൊന്ന് കാണാൻ വേണ്ടി നിന്നതാ. നിങ്ങൾ മെയിൻ റോഡ് പിടിക്കാതെ ഇതിലേ വരുവുള്ളൂ എനിക്കറിയാം. ഊട് വഴിയിൽ ഉടായ്പ് എന്നാണല്ലോ നമ്മുടെ കഥയുടെ പേര് തന്നെ. ഏത് താൻ കാര്യം പറയണോ? അതക്കച്ചി, ഞാൻ രാവിലെ പോയി ഒരു ബൈക്ക് കണ്ടു. പുതുപുത്തൻ വണ്ടി, നല്ല പവറും നല്ല കളറും. 80 ലിറ്ററിന് 1 കിലോമീറ്റർ കിട്ടും. അല്ലല്ല, 1 ലിറ്ററിന് 80 കിലോമീറ്റർ കിട്ടും. അതിന് ഞങ്ങളെന്ത് വേണം? നീ ബൈക്ക് ഉണ്ടെങ്കിൽ നീ വാങ്ങണം. അതിന് തടഞ്ഞു നിർത്തുവാണോ വേണ്ടത്? നന്നതാ സീജരണ്ണ, ഒരുമാതിരി തെക്കും വടക്കും ഇല്ലാത്ത സംഭാഷണമൊക്കെ. കയ്യിലിരിപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ഇരട്ട സഹോദരങ്ങളല്ലേ. നീ സൈക്കിൾ മാറ്റടാ, ഞങ്ങൾക്ക് പോണം. പൊയ്ക്കോ. അതിനു മുമ്പേ എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം? ബൈക്ക് വാങ്ങിക്കാനേ എനിക്കൊരു 25,000 രൂപ വേണം. അത് നിങ്ങൾ തരണം. അല്ലേ ഞാൻ അറിയാതെ നിങ്ങളുടെ കാര്യം വല്ലും ബാലേട്ടനോടോ രവിയേട്ടനോടോ പറഞ്ഞു പോകുന്നൊരു പേടി. റോസ്കൽ, നീ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുമല്ലേ? ഞങ്ങളെ ഭീഷണിപ്പെടുത്താന്ന് കരുതിയോ? ഞാൻ ആരെ ഭീഷണിപ്പെടുത്തുകയോ ബ്ലാക്ക് മെയിൽ ചെയ്യുകയൊന്നും അല്ല. എന്റെ അക്കച്ചി നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ഒന്നിച്ചു പോയാ ഫ്യൂച്ചറിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ 25,000 രൂപയൊന്നുമില്ല.
കാശായിട്ട് വേണമെന്നില്ല, സ്വർണമായിട്ട് മതി. ഡോ. കയ്യിൽ സ്വർണം വെച്ചിട്ട് എന്തിനേ നാട്ടിൽ തെണ്ടി നടപ്പൂ. ഹ, മതി പതുക്കെ. മതി വേണ്ട. ഇയാളുമായിട്ട് നമുക്കൊരു പ്രശ്നം ആ, വേണ്ട. അതെ. ഒരു വള മതികലേക്ക് ഒന്നുമല്ല. ആ, ഒരു വള ഈ അക്കച്ചിക്ക് ഒന്നുമല്ല. അപ്പൊ പോട്ടെ അക്കച്ചി, ரொம்ப നന്ദി. ഇപ്പൊ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ. ഒത്തിരി ആലോചിക്കാതെ മഴയ്ക്ക് മുമ്പ് വീട്ടിൽ പോകാൻ നോക്കൂ കുഞ്ഞുങ്ങളെ. ഇവനെ ഓ, ഇതൊരു ശല്യാണല്ലോ. ഹലോ செல்வி சொல்றா? ஏடா நான் வந்து ஒரு புதுசா பைக் வாங்க போறேன். சே, இந்த வாரம் வரல, அடுத்த வாரம். அதுக்கு டீட்டெயில் எல்லாம் நான் அப்புறம் வந்து சொல்றேன். ஓகே ஓகே ஓகே, சரி சரி சரி. വള. ഒരു നാൾ ഞാൻ ഡാഡിയെ പോലെ വളരും വലുതാകും. ഒരു നാൾ ഞാനും ഡാഡിയെ പോലെ വളരും വലുതാകും. ഇതെന്താ പോലീസിന്റെ വഴിത്തടയൽ സമരവും? അത് പോലീസുകാരും പൊട്ടു തൊട്ട് തുടങ്ങിയോ? നീയാണോടാ കുപ്പിവെള്ളം അണ്ണാച്ചി? എന്ന് നാട്ടുകാരെ വിളിക്കും. ഞാനെന്ത് വിളിക്കണം? സാറിന് ഇഷ്ടമുള്ള വിളിച്ചോ. നിന്റെ തന്തയ്ക്ക് വിളിക്കട്ടെ ഞാൻ? അത് കുഴപ്പമില്ലേ, പറവായില്ലേ. അപ്പ പെരു പുതുപ്പാണ്ടി, അമ്മ വന്ന് അർപ്പുതലിംഗം. നിന്റെ ശരിക്കുള്ള പേര് പറടാ മോനെ. പാളയം കോട്ട സെന്തിൽ. പാളയംകോട്ട നിന്റെ വീട്ടുപേരാണോ? അല്ല സാറേ, അതൊരു സ്ഥലപ്പേരാ. ഞാനൊരു പഞ്ചിന് വേണ്ടി ഇട്ടതാ. നീ എവിടെ പോവായിരുന്നു സൈക്കിളും ചവിട്ടി ഇത്രയും വേഗത്തിൽ? മുമ്പോട്ട് പോവായിരുന്നു സാറേ. വെള്ളത്തിലെടുക്കുന്നോടാ, ഇറങ്ങടാ. സാറേ, പൊതുജനത്തോട് ഭയങ്കര റെസ്പെക്റ്റില് പെരുമാറാവുള്ളെന്ന് പുതിയ DGP പറഞ്ഞത് ഞാനും പേപ്പറിൽ വായിച്ചായിരുന്നു. അയ്യോ ആന്നോ? ആ, അല്ലയോ ആദരണീയനായ ശ്വാനപുത്രൻ സാർ, എന്തോ? അങ്ങ് ഇത്രയും വേഗത്തിൽ സൈക്കിൾ ചവിട്ടി എവിടേക്ക് പോവുകയായിരുന്നു? അങ്ങയുടെ മാതാശ്രീക്ക് വായുഗുളിക വാങ്ങിക്കാൻ പോയിരുന്നോ? മതിയോടാ മര്യാദ, കാര്യം പറ. ഞാൻ ഈ പൊട്ടും ചാന്തും ഒക്കെ വിൽക്കുന്ന ആളാ. ഇത് വിൽക്കാൻ? അയ്യോ, പൊട്ട്. എന്നിട്ട് വളയാണല്ലോടാ വല എറിഞ്ഞപ്പോ കിട്ടിയത്. ഇതെവിടുന്നാടാ ഈ സ്വർണ്ണവള? ആരുടെ കയ്യിൽ നിന്ന് ഊരി വാങ്ങിയതാ? അല്ല, ആരുടെയും കയ്യിൽ നിന്ന് ഊരി വാങ്ങിയതല്ല സാറേ. പിന്നെ നിന്നെ കണ്ടപ്പോ വള ആരുടെയോ കയ്യിൽ നിന്ന് താനേ ഊരി നിന്റെ പോക്കറ്റിലേക്ക് ചാടിക്കേറിയോ? അത് ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാ സാറേ. എന്തിന്? അതെ, ഇന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് സാറേ. ഹാപ്പി ബർത്ത്ഡേ. ഒരു സ്വർണ്ണവള ഭീഷണിപ്പെടുത്തി വാങ്ങിയെന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. അല്ല സാറേ, ഇത് ഞാൻ ഡിവൈഎസ്പിയുടെ അനന്തരവളോടാ കളി. വാടാങ്ങോട്ട് പിടിച്ചു കയറോ. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ അയ്യോ. അതിലെ അമ്മച്ചി പണിയായിരുന്നല്ലേ. എന്റെ മതിലേ അക്കച്ചി, എന്നെ ഒന്ന് നിവർന്നു നിർത്താൻ പറ. ഇല്ല, എന്റെ നടുവിന്റെ നെടുനാരി പൊട്ടിപ്പോവും. നിനക്ക് ഇപ്പൊ മനസ്സിലായോടാ ഞാൻ ആരാണെന്ന്? ആയേ, ആരാ? മാഡം വലിയൊരാള്. മാഡത്തിന്റെ അമ്മാവനാണെങ്കിൽ അതിനെക്കാട്ടിലും വലിയൊരാള്. എന്നോട് കളിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? മനസ്സിലായേ. മുതുകാടിരിക്കുന്ന പോലെ ഇതുപോലെ വായുവിലിരിക്കേണ്ടി വരും. ഇനി നീ വിളച്ചിലെടുക്കൂ? ഇല്ല. സത്യം? സത്യം. ഇല്ലെങ്കിൽ ഈ സാറിന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. അല്ല, എന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. ശരി, എണീറ്റോ. ഓ, ഇനി എന്ത് വേണം മാഡം? ഞങ്ങൾക്ക് ജയസേന സാറിനോട് വിളിച്ച് പറയാനുള്ളതാ. തൽക്കാലം വിട്ടേക്ക്. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും തൂക്കി എടുക്കാമല്ലോ. ഞങ്ങളപ്പോ നിങ്ങൾ പൊയ്ക്കോ. അല്ല, മാഡത്തിന് പോകാനുള്ള വണ്ടി അതിപ്പോ വരും. ഞങ്ങൾ പോയി കഴിയുമ്പോ ഇവൻ മാഡത്തിനെ ഉപദ്രവിക്കാനോ മറ്റോ ശ്രമിച്ചാൽ? ഇവനോ? എന്നെയോ? ചൈനീസ് കുംഫുവിൽ ബ്ലാക്ക് ബെൽറ്റാ ഞാൻ. അതും സെക്കൻഡ് ഹാൻഡ്. ചവിട്ടി ഓടിച്ച് കുട്ടിയും കൂലും കളിക്കുഞ്ഞ്. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ മാഡം. DVSP അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം ഞങ്ങൾ കാര്യമായിട്ട് ഇടപെട്ടെന്ന്. അത് ഞാൻ ഏറ്റു. മാഡം ആരെന്ന് മനസ്സിലായല്ലോ നിനക്ക്? ഇനി വിളച്ചെടുത്ത് അടിച്ച് പരിപ്പെടുക്കും ഞാൻ. സാറിന്റെ പരിപ്പ് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരു കിലോ വേറെ വാങ്ങിച്ചു തരാം. ഈ പാവത്തിന് വെറുതെ വിട് സാറേ. പോട്ടെ മാഡം. താങ്ക്സ്. ടാറ്റ സാറേ. എന്നാലും എന്റെ മതിലെ അമ്മച്ചി 8ന്റെ പണിയായി പോയത്. ഇപ്പൊ മനസ്സിലായോടാ ഞാൻ ആരാണെന്ന്? നിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഞാൻ അങ്ങ് പേടിച്ച് ചൂളി ചുരുങ്ങി പോകുമെന്ന് നീ കരുതിയോ? വെയിലേറ്റാൽ വാടുകയും ചാറ്റൽ മഴയടിച്ചാൽ പനി പിടിക്കുകയും ചെയ്യുന്ന പെമ്പിള്ളാരെ നീ കണ്ടിട്ടുള്ളൂ. മതികല, ഇത് സ്പീഷീസ് വേറെയാ.
ബൈക്ക് മേടിക്കാൻ നീ 25,000 രൂപയല്ലേ ചോദിച്ചത്? ആ. ദാ 30,000 രൂപയുണ്ട്. വച്ചോ. അയ്യോ എനിക്കൊക്കെ വേണ്ട. എന്നിട്ട് ഇതിന് പറയാ പട്ടാളക്കാർ വന്ന് വെടിവെക്കാനോ? ആരും വരത്തില്ല. നീ ധൈര്യമായിട്ട് വാങ്ങിച്ചു. ഇത് മതികല മനസ്സോടെ തരുന്നതാ. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിപ്പറിച്ചെടുക്കാനോ ബലം പ്രയോഗിച്ച് നേടാനോ എന്നെ അനുസരിപ്പിക്കാനോ ആർക്കും കഴിയില്ല. ഞാൻ ദാനമായിട്ടോ ഭിക്ഷയായിട്ടോ എന്തെങ്കിലും തന്നാ സ്വീകരിക്കാം. എന്നാ പിന്നെ പെട്ടെന്ന് ആ 30,000 രൂപ എന്റെ കയ്യിലോട്ട് പിടിച്ചേരി. 30,000 രൂപ 40,000. ഇത് നിനക്ക് ഞാൻ വെറുതെ തരുന്നൊന്നുമല്ല. പിന്നെ ഒരാളുടെ ശല്യം തീർക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം. കുട്ടിമണിയുടെ അല്ലേ? എനിക്കും സിജനും ഇടയിൽ നിന്ന് ആ നിഴൽ മാറിയേ പറ്റൂ. ഞാനത് മാറ്റിയിരിക്കുവൊക്കെ ചെയ്യും. പെണ്ണിനെ ഇവിടുന്ന് കൊണ്ടുപോയ 3 ലക്ഷം രൂപ കൂടി ഞാൻ നിനക്ക് തരും. 3 ലക്ഷം രൂപ. ഒരാളുടെ ശല്യം തീർക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം. കുട്ടിമണിയുടെ അല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? എന്റെതാ മതില് അക്കച്ചി. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അക്കച്ചിയും സിജിരണ്ണനും തമ്മിലുള്ള ഉഭയകക്ഷി കരാറിൽ അതിന്റെ പ്രധാന എതിർകക്ഷി കുട്ടിമണിയല്ലേ? അതോ ഇനി രവീണന്റെ ശല്യമാണോ തീർക്കേണ്ടത്? ആണെങ്കിലേ എനിക്കൊരു കുഴപ്പമില്ല. അങ്ങേർക്ക് കുറെ താടി മീശയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആടിന്ന് എഴുതി കാണിച്ചാൽ മതി, അപ്പൊ താടിമണി ചപ്പോളൂ. കുട്ടിമണിയാ എന്റെ ടാർഗറ്റ്. എന്റെ സെയിം പിച്ച്. സോറി. കുട്ടിമണിയെ നിനക്ക് നോട്ടമുണ്ടെന്ന് എനിക്കറിയാം. നീ അവളെ എടുത്തോടാ. ഇരു ചെവി അറിയാതെ ഇവിടുന്ന് എവിടേക്കെങ്കിലും അവളെ കടത്ത്. കൊണ്ടുപോയി കൊല്ലുവോ വളർത്തുവോ വിൽക്കുവോ എന്താന്ന് വെച്ചാ ചെയ്യും. എനിക്കും സിജനും ഇടയിൽ നിന്ന് ആ നിഴൽ മാറിയേ പറ്റൂ. ഞാനത് മാറ്റിയിരിക്കുവൊക്കെ ചെയ്യും. പെണ്ണിനെ ഇവിടുന്ന് കൊണ്ടുപോയ 3 ലക്ഷം രൂപ കൂടി ഞാൻ നിനക്ക് തരും. 3 ലക്ഷം രൂപ. ഒരു സെക്കൻഡ്. ഹലോ സെൽവി, ഞാൻ മുന്നാടി ഒരു ബൈക്ക് വാങ്ങുന്ന മാറ്റർ சொல்லிலே, അത് ക്യാൻസൽ ചെയ്താச்சு. ഇപ്പ പുതുസാ ഒരു കാർ വാങ്ങ പോറേ. അക്കച്ചി കണ്ടിന്യൂ. നിന്നെ വിശ്വസിക്കാമോ? എനിക്ക് 100% വിശ്വസിക്കാം. വെളച്ചിലങ്ങാനും എടുത്താലേ നിന്നെ കൊണ്ടുപോകാൻ വരുന്നത് എന്റെ അങ്കിളായിരിക്കും. എന്റെ അങ്കിളിന്റെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയ പിന്നെ നീ കിടക്കുന്നത് ജനറൽ ആശുപത്രിയിലെ AC റൂമിലായിരിക്കും. ഐസിയുലായിരിക്കും അല്ലേ? അല്ല, പിന്നെ മോർച്ചറിയിൽ. അയ്യോ, അത്രയ്ക്കും തണുപ്പെനിക്ക് വേണ്ട. എന്നെ അനുസരിച്ച് നിന്ന ഞാൻ നിന്നോളാം. നമ്മുടെ രണ്ടുപേരുടെയും ടാർഗറ്റ് ഒന്നാണ്. കുട്ടിമണി.